guys, Assalamu alaikum. It's me Shil. സോ ഇന്ന് എൻ്റെ റിസപ്ഷൻ ഡേ ആണ് കേട്ടോ. ഇവിടെ കല്യാണ തലേന്ന് ദിവസമാണ്. സോ നൈറ്റാണ് ഫങ്ഷൻ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളെ പള്ളിമുക്കിലുള്ള മേക്ക് ഓവർ ബൈ ആമി എന്നുള്ള ഇത്തടുത്താണ് ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. സോ മെഹന്തിക്ക് ഇന്നലെ തന്നെ ഇട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് മേക്ക് ഓവർ ചെയ്തിട്ട് ബാക്കി വിശേഷം കാണാം. അങ്ങനെ ഇതാ ഒരു 2:30 ആയപ്പോഴത്തേക്കും നമ്മൾ ആമിതാൻ്റെ ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിമുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. നേരെ ചെന്ന് ഡ്രസ്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 2 hours എടുക്കുമല്ലോ, അതുകൊണ്ട് തന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഹെയറിൽ ഞാൻ ബേബി ബർത്ത് മാത്രമാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അധികം ഫ്ലവേഴ്സൊന്നും വെച്ച് സെറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മാഷാ അല്ലാഹ്, ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഞാൻ അവിടുന്ന് തന്നെയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് റെൻറ്റിന്. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലുക്കായിരുന്നില്ല ഇന്ന് ഞാൻ ഇങ്ങനെ, പക്ഷേ എനിക്കെന്തോ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട ഒരു ലുക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ പാർക്കിൽ വെച്ചിട്ടായിരുന്നു ഔട്ട്ഡോർ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലേറ്റ് പോണതിന് മുന്നേ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാനായിരുന്നു. അപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫംഗ്ഷൻ വീട്ടിൽ വെച്ചിട്ടായിരുന്നുകൊണ്ട് പിന്നെ ആൾക്കാരെല്ലാം അവിടെ വന്ന് തന്നെ കാണലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ വരലായി, ഗിഫ്റ്റ് തരലായി. അങ്ങനെയൊക്കെ ആ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇക്കായും ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇക്കായായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കവർ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ടൈം ഞാൻ നിന്നിട്ടും എൻ്റെ മേക്കപ്പിന് ഒരു പൊടി പോലും ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് വരുന്നവരും പോണവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് എന്തായാലും അമിതാനോട് പറയണം. കാരണം ഇത്രയും അടിപൊളിയായിട്ട് എന്നെ റെഡിയാക്കി എൻ്റെ ഈ ഒരു ദിവസത്തിലേക്ക് തന്നതിന്. അടിപൊളി മേക്കപ്പായിരുന്നു. നൈറ്റായിട്ടും ഇതിനൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക്ക് ആയാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോലും പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇത്രയും ഡേയ്സിലെ ഫംഗ്ഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ലുക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് നൈറ്റ് കുറേ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2-3 ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് എനിക്ക് ആരാ തന്നേന്ന് അറിയില്ല. ആരായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റിസപ്ഷൻ ഡേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണും വരെ ബൈ ബൈ ആൻഡ് സീ യു ഗൈസ്.